എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ആ ബുൾസ് അവറ്റകളാണെങ്കിൽ മുൻപോട്ട് കുതിച്ചു പായും. സാഞ്ചിക്കും നാമിക്കും ഒരുപാട് ടെൻഷനാവും. കാരണം ഉസോപ്പിനെ കാണാനില്ല. അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ, അവൻ എന്തായിരിക്കും പറ്റിയിരിക്കുക എന്നവർ പരസ്പരം ഡിസ്കസ് ചെയ്യും. അപ്പോഴായിരിക്കും സോറോ പറയാ, അവനും നമ്മുടെ ടീമിലെ ഒരു മെമ്പർ ആയിരുന്നു. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ അഡ്വഞ്ചറായി പോയിട്ടുണ്ട്. അവനും ഒരു പൈലറ്റിന്റെ പവറുണ്ട്. സോ തീർച്ചയായിട്ടും അവനെ കുറിച്ച് ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എങ്ങനെയെങ്കിലും റോബിനെ കണ്ടെത്തുന്ന കാര്യം അതിനെക്കുറിച്ച് ചിന്തിക്കാന്ന് പറഞ്ഞ് അവര് വീണ്ടും ഫുൾ ആവേശത്തില് മുൻപോട്ട് കുതിക്കും. ചോപ്പറിനാണെങ്കിൽ ഇപ്പോഴും കാര്യമൊന്നും മനസ്സിലാവില്ല. അവൻ ചോദിക്കും, ഉസോപ്പ് പറഞ്ഞയച്ചു വന്ന സോഹെ കിങ് അല്ലേ അദ്ദേഹത്തെ ഒരു അപകടത്തിലേക്ക് തള്ളിവിട്ട് നമ്മൾ പോകുന്നത് അതൊട്ട് ശരിയല്ല. സാഞ്ചി അത് കേട്ട് ചിരി വരും. സാഞ്ചി പറയും, സോഹെ കിങ് ആള് നിസ്സാരക്കാരനല്ല, നമ്മളെ കഴിഞ്ഞും പവറുണ്ട്. സോ ഉറപ്പായിട്ടും ആള് നമ്മുടെ പിന്നാലെ വരുന്നു പറഞ്ഞ് സാഞ്ചി ആണെങ്കിൽ ഇപ്പൊ ചോപ്പറിനെ സമാധാനിപ്പിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ഉസോപ്പിനെ കാണിക്കും. അവനിപ്പോ ഉള്ളത് ആ വൈമാൻ വില്ലിന്റെ മുടിക്കടയിലാണ്. അവൻ ദൂരേക്ക് നോക്കും. പൗലിയും ആ ഫ്രാങ്കി ടീമും അവർക്ക് ഉഷാറായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഉസോപ്പിനത് കാണുമ്പോ തന്നെ അവന്റെ ഹാർട്ട് ബീറ്റ് കൂടി വരും. അവിടേക്ക് പോയാ എന്റെ പൊടി പോലും ബാക്കി ഉണ്ടാവില്ല. സോ തിരികെ പോയാലോ എന്നിങ്ങനെ കാര്യമായിട്ട് അവനിങ്ങനെ ആലോചിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ അവൻ അപ്പോഴായിരിക്കും ഒരു ബോധോദയം ഉണ്ടാവുക. ഞാൻ സാക്ഷാൽ ഉസോപ്പാണ്. എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് ഇപ്പൊ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം അത് റോബിനാണ്. റോബിനെ പിടിക്കാൻ അവരവരുടെ ജീവൻ പോലും പണയപ്പെടുത്തി. ഇത്രയും കഷ്ടപ്പെടുമ്പോ ഞാൻ മാത്രം ഒന്നും ചെയ്യാതെ നോക്കിയിരിക്കുന്നത് ഒട്ടും ശരിയല്ല. സോ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടെത്തി എനിക്കും റോബിനെ കണ്ടെത്താനായി മുൻപോട്ട് പോണം. അവൻ താഴേക്ക് ചാടുമ്പോ അവന്റെ കാലിൽ മുഴുവൻ ഇപ്പൊ ഒരുപാട് വെള്ളം. ഇത്രയും വെള്ളം അതിപ്പോ എവിടുന്ന് വന്നു പറഞ്ഞ് അവൻ ചുറ്റും നോക്കും. അപ്പോഴായിരിക്കും അവന്റെ തൊട്ടടുത്ത് ആ ജയന്റ് മാനെ കാണുക. അവൻ നിലവിളിച്ച് കരയും, ഞാൻ തോറ്റുപോയി, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഞാനൊരു ബിഗ് ഫെയിലിയർ ആണെന്ന് പറഞ്ഞ് അവൻ കരഞ്ഞുകൊണ്ടേയിരിക്കും. അവന്റെ കണ്ണീരാണ് അവിടെ മുഴുവൻ വലിയൊരു വെള്ളക്കെട്ടായി മാറിയത്. ആ ജയന്റ് മാൻ അവൻ വീണ്ടും പറയും, ഞാൻ കാരണം ആ എൽബോ ടീമിന് പോലും വലിയ അപമാനമാണ്. ഉസോപ്പിനാണെങ്കിൽ അത് കേൾക്കുമ്പോ തന്നെ പിടികിട്ടും. അവര് മുൻപ് കണ്ട ആ രണ്ട് ജയന്റുകള് അവരുടെ കമ്മ്യൂണിറ്റി പെട്ടവനാണ് ഇവനും. ഉസോപ്പാണെങ്കിൽ സമാധാനത്തിൽ അവനോട് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. പക്ഷെ അവനാണെങ്കിൽ അത് തീരെ ഇഷ്ടാവില്ല. അവൻ ഫുൾ കലിപ്പില് ഇപ്പൊ ഉസോപ്പിനോട് പറയും, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുൻപിൽ വന്ന് നിൽക്കും, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ ഞാൻ കട്ടിച്ചു പറിക്കും. പക്ഷെ ഉസോപ്പാണെങ്കിൽ അവനോട് റിക്വസ്റ്റ് ചെയ്യും, ആ ജയന്റ് വാരിയേഴ്സിനെ കുറിച്ച് എനിക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാം. സോ നീ എന്നോട് ദേഷ്യപ്പെടരുത്. നിന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്നോട് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. ഉടനെ വേറെ വഴിയില്ലാതെ അവനിപ്പോ അവന്റെ സ്റ്റോറി പറയാൻ തുടങ്ങും. ഞാനും ഇവനും ഞങ്ങൾ രണ്ടുപേരും പൈററ്റ്സ് ആയിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ കപ്പലിൽ ട്രാവൽ ചെയ്യുമ്പോ ഒരു ഐലാൻഡിൽ പെട്ടുപോയി. അവർ രണ്ടുപേരും ഇപ്പൊ ഐലാൻഡിലേക്ക് വരും. അപ്പോഴായിരിക്കും നമ്മൾ മുൻപ് കണ്ട ആ രണ്ട് ജയന്റ് മാൻമാരും ഒരുപാട് ആൾക്കാരും അവിടെ കൂടെ നിൽക്കുന്നതായിട്ട് അവർ കാണാം. ആ ജയന്റ് മാൻമാര് അവർ പരസ്പരം തർക്കിക്കും, ഞാനാണ് ഏറ്റവും വലിയ സീക്കിങ്ങിനെ പിടിച്ചത്. അപ്പൊ ഓപ്പോസിറ്റ് ഉള്ള ജയന്റ് മാൻ അവൻ പറയും, അല്ല, ഞാൻ പിടിച്ച സീക്കിങ് അത് അതിലും വലുതാണ്. അങ്ങനെ അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് തർക്കിക്കാനായിട്ട് ആരംഭിക്കും. അതിനുശേഷം അവർ പരസ്പരം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ തുടങ്ങിയ ഫൈറ്റാണ് ഇന്നും നീണ്ടു നിൽക്കുന്നത്. ആ വോൾക്കാനോ അതെപ്പോ പൊട്ടിത്തെറിക്കും അപ്പൊ അവരുടെ ഫൈറ്റ് അത് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ദിവസങ്ങൾ പോകെ അവരുടെ ക്രൂ മെമ്പേഴ്സ് അവരെല്ലാവരും അവരുടെ സ്വന്തം ഐലാൻഡിലേക്ക് തന്നെ ഒരുപാട് വിഷമത്തില് തിരികെ പോവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ ജയന്റ്മാൻ പറയും, 50 വർഷമായി അവർ പരസ്പരം ഫൈറ്റ് ചെയ്യുന്നു. അവർ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു ഐലാൻഡാണ് ലിറ്റിൽ ഗാർഡൻ. അവരിൽ ആരാണോ ജയിക്കുക അവരായിരിക്കും തിരിച്ച് അവരുടെ യഥാർത്ഥ ഐലാൻഡിലേക്ക് മടങ്ങി വരിക. വർഷങ്ങൾക്കിപ്പുറം ഞാനും കാശിയും ഞങ്ങൾ രണ്ടുപേരും അവരെ കണ്ടുപിടിച്ച് തിരികെ കൂട്ടിക്കൊണ്ടുവരാൻ കപ്പലിൽ പോകുമ്പോഴായിരുന്നു നേവി ആൾക്കാര് അവർ ഞങ്ങളെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം ഞങ്ങളുടെ ബോസിനെയും അവർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. ഗവൺമെന്റ് ബേസിലെ ഈ ഒരു വലിയ ഗേറ്റ് അത് 100 വർഷം പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബോസിനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയും. അതിനുവേണ്ടിയാണ് ഒരുപാട് വർഷങ്ങളായി ഞങ്ങൾ രണ്ടുപേരും ഈ ഗേറ്റിന് മുൻപിൽ കാവൽ നിൽക്കുന്നത്. പക്ഷെ ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ ബോസിനെ തിരികെ കിട്ടില്ല.
കാരണം പൈററ്റ്സ് അവർ ഞങ്ങളെ തോൽപ്പിച്ച് ഈ ഗേറ്റ് തകർത്ത് അകത്തേക്ക് പോയി കഴിഞ്ഞു. സോ ഞങ്ങളുടെ ലൈഫ് അത് ഇവിടെ അവസാനിക്കാൻ പോവാണെന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരയും. അപ്പോഴായിരിക്കും ഉസോപ്പ് ചോദിക്കുക, അവരുടെ പേര് ഡ്രോഹി ബ്രോഹി എന്നല്ലേ? ഞങ്ങളുടെ ട്രാവലിന്റെ ഇടയിൽ അവർ രണ്ടുപേരെയും ആ ഒരു ഐലാൻഡിൽ വെച്ച് ഞങ്ങൾ കണ്ടിരുന്നു. അവർ 100 വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് ഫൈറ്റ് ചെയ്യാണ്. 73,377 ഫൈറ്റ് അവർ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ചിരിക്കും പോലെ ഇപ്പൊ ഉസോപ്പ് ചിരിച്ചൊക്കെ കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് ആ ഒരു ജയന്റ് മാൻ അവൻ ഷോക്കാവും. ഇവനെങ്ങനെ അവരെ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു? ഇവൻ പറയുന്നൊക്കെ സത്യമാണ്. ഇനി ഒരുപക്ഷെ ഇവൻ നല്ല ആളാണോ? ഉസോപ്പ് വീണ്ടും വീണ്ടും പറയും. അവസാനമായിട്ട് അവർ രണ്ടുപേരും ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സായി മാറി. ഞങ്ങൾ തിരികെ വരുന്ന സമയത്ത് ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വന്ന വലിയൊരു സീ ഫിഷിനെ അവർ രണ്ടുപേരും ചേർന്നാണ് കൊന്നു തള്ളിയത്. അവരുടെ അത്രയും പവറും ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ളവരെ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്കവരെ ഒരുപാട് ഇഷ്ടമാണ്. ഉറപ്പായാലും ഫ്യൂച്ചറിൽ എനിക്കും അവരെ പോലെ തന്നെ ആവണമെന്ന് പറഞ്ഞ് അവനിപ്പോ പൊട്ടിക്കരയും. അത് കേട്ട് ഇപ്പൊ വൈമോയ്ക്ക് പൂർണ്ണ വിശ്വാസാവും. ഉസോപ്പ് കരയുന്നത് കണ്ട് അവനും അവന്റെ കരച്ചിലും സങ്കടമൊന്നും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ നമ്മുടെ ആൾക്കാര് അവരാണെങ്കിൽ ആ കിങ് ബുള്ളു ആയിട്ട് ജുഡീഷ്യൽ കോർട്ടിന്റെ മെയിൻ ഗേറ്റിന് തൊട്ട് മുൻപിലെത്തി. ഇനി ആ ഒരു ഗേറ്റ് തകർത്ത് അകത്തേക്ക് പോയാൽ മാത്രം മതി. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. ആ ഗേറ്റിന്റെ മുകളിൽ നിന്ന് കുറച്ച് നേവി ഓഫീസേഴ്സ് അവര് വലിയ പീരങ്കി അതങ്ങനെ എയിം ചെയ്ത് ആ ബുള്ളുകളെ കറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യും. അതിലൊരു ബുള്ളിന് അതിന്റെ മെയിൻ പാർട്ടിൽ ബുള്ളറ്റ് കൊണ്ട് ചോര തുളുമ്പി നിലവിളിക്കാൻ തുടങ്ങും. അതുകൊണ്ട് അടുത്തുള്ള ബുള്ള് അത് പറയും, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം, നമുക്കിനി മുൻപോട്ട് നീങ്ങാൻ കഴിയില്ല. സോ നിങ്ങൾ രക്ഷപ്പെട്ടു പോയില്ലെങ്കിൽ വലിയ അപകടമാണ്. പക്ഷെ ചോപ്പറിനാണെങ്കിൽ അതിന് മനസ്സില്ല. അവൻ പറയും, അയ്യോ ഇല്ല ഇല്ല, എനിക്ക് എത്രയും പെട്ടെന്ന് ആ ബുള്ളിന് അവന് ട്രീറ്റ്മെന്റ് കൊടുക്കണം, അല്ലെങ്കിൽ അവന്റെ ജീവൻ പോലും വലിയ ആപത്തിലേക്ക് പോകും. അത് കേട്ട ആ ബുള്ള് അതിപ്പോ ഫുൾ കലിപ്പില് ചോപ്പറിന് നോക്കി തിരികെ പോവാൻ ആവശ്യപ്പെടും. ആ മഞ്ഞ കിങ് ബുള്ള് അത് ഒരുപാട് അടി കിട്ടി അതിന് മുൻപോട്ട് പോകാൻ കഴിയാതെ തളർന്ന് താഴേക്ക് വീഴും. അത് കണ്ട് രണ്ടാമത്തെ കിങ് ബുള്ളിന് സഹിക്കില്ല. അത് ചുറ്റും ഉണ്ടായിരുന്ന നേവി സോൾജിയേഴ്സിനെ അവരെ പറ്റും പോലെ ചവിട്ടിക്കൂട്ടി ഇപ്പൊ നമ്മുടെ ആൾക്കാരുമായി മുൻപോട്ട് അങ്ങനെ കുതിച്ചു പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ലൂഫി അവൻ ആ ബ്ലൂവിനോട് ചോദിക്കും, സത്യം പറ, നിന്റെ പുറകിലുള്ള ആ ഒരു ബിൽഡിങ് അവിടെയല്ലേ സാക്ഷാൽ റോബിനുള്ളത്? അതെ, പക്ഷെ നിങ്ങൾ അറിയാത്ത മറ്റൊരു വലിയ കാര്യമുണ്ട്. നിങ്ങളിപ്പോ ചെയ്യുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ ചെയ്യുന്നത് വേൾഡ് ലെവല് വലിയൊരു ക്രൈമാണ്. അതുകൂടെ നിങ്ങൾ ഓർമ്മ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ലൂഫി ആണെങ്കിൽ ഒരു സെക്കൻഡ് കൺഫ്യൂസ്ഡ് ആവും. ബ്ലൂവൻ വീണ്ടും പറയും, വേൾഡ് ഗവൺമെന്റ് 175 ഐലാൻഡുമായി കണക്റ്റഡ് ആയി കിടക്കുന്ന വലിയൊരു നിയമ സംവിധാനമാണ്. നീ ഇപ്പോ ഇവിടേക്ക് കയറി വന്ന് ഇത്രയും കാര്യങ്ങൾ കാണിച്ചപ്പോ ഈ ഐലാൻഡുകൾക്ക് മുഴുവൻ എതിരായി നീ തെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങൾക്കിനി ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവില്ല. പക്ഷെ ലൂഫിക്കാണെങ്കിൽ അതൊന്നും ഏശില്ല. അവൻ ക്യാഷ്വലായി പറയും, എന്റെ മുൻപിൽ നിന്ന് മാറി നിൽക്ക്, ഞങ്ങളുടെ ലക്ഷ്യം അത് റോബിനാണ്. ഞങ്ങളുടെ ലക്ഷ്യത്തിനെതിരായി വന്ന ഉറപ്പായിട്ടും മുൻപിൽ നിൽക്കുന്നത് ആരാണെന്ന് ഞങ്ങൾ നോക്കില്ല. അടുത്ത സെക്കൻഡ് ലൂഫി അവൻ കൈയൊക്കെ സ്ട്രെച്ച് ചെയ്ത് കറക്കി കറക്കി ആ ബ്ലൂവാനോ വില്ലന്റെ വയറ്റിൽ തന്നെ ആഞ്ഞൊരിടി. ആ ഒരു ഇടി അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ചോര തുളുമ്പി അവൻ താഴേക്ക് വീഴും. ലൂഫിയുടെ ദേഷ്യം എന്നിട്ടും അടങ്ങില്ല. അവൻ അച്ചറം പൊച്ചറം ഒരുപാട് കൈകൾ ക്രിയേറ്റ് ചെയ്ത് ആ ബ്ലൂവാനോ വില്ലനെ ഇടിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ അവൻ ഓരോ സൈഡിലേക്കും മാറി മാറി ലൂഫിയെ വെട്ടിത്തിരിപ്പിച്ച് രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ലൂഫി അവൻ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് വില്ലന്റെ മുഖത്ത് തന്നെ ആഞ്ഞൊരിട്ടി. ലൂഫി പറയും, വേൾഡ് ഗവൺമെന്റോ സോൾജിയേഴ്സോ നിങ്ങൾ ആരൊക്കെ വന്നാലും എനിക്കൊരു ചുക്കുമില്ല. ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങളുടെ റോബിനെയാണ്. അവളെയും കൊണ്ട് മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പോകും. അങ്ങനെ രണ്ടുപേരും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.